ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ലൗഡ് സ്പീക്കർ. അറിവിന്റെ ആഘോഷം. ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു ലൗഡ് സ്പീക്കർ വിത്ത് RJ എലിക്കുട്ടി. ഇന്ന് ഒക്ടോബർ 10 വേൾഡ് മെന്റൽ ഡേ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു ദിവസമാണ്. മാനസിക ആരോഗ്യ പ്രശ്നങ്ങളോട് ഇന്ന് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാല്ലേ. ശരീരത്തിന് വരുന്ന അസുഖത്തിന് എത്രത്തോളം പ്രാധാന്യം നൽകുന്നു അത്ര തന്നെ മാനസിക പ്രശ്നങ്ങൾക്കും പ്രാമുഖ്യം നൽകേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നല്ല വ്യക്തമായി ചിന്തിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും പെരുമാറുന്നതിനും എന്തിന് ജീവിക്കുന്നതിന് പോലും മാനസികാരോഗ്യം അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നല്ല മാനസികാരോഗ്യമുള്ള വ്യക്തിയായി ജീവിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ അനിവാര്യമാണ് എന്നും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും ഒക്കെ ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ നമ്മൾ കേൾക്കാനായിട്ട് പോവുകയാണ്. അറിവുകൾ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് കൊച്ചി മെട്രോ മൈൻഡ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ അഷിത ML. ഡോക്ടർ നമസ്കാരം ആൻഡ് വെൽക്കം ടു ലൗഡ് സ്പീക്കർ. ഹായ്, ഞാൻ ഡോക്ടർ അഷിത, കൊച്ചി മെട്രോ മൈൻഡ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ആണ്. ആശ്രയ FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ മെന്റൽ ഹെൽത്ത് വിഷസ് അറിയിക്കുന്നു. ഓക്കെ ഡോക്ടർ, അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു ദിവസം എല്ലാവരും വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ആയിട്ട് ആചരിക്കുന്ന ഒരു ദിവസമാണ്. സോ മാനസിക ആരോഗ്യം എന്നത് ശരിക്കും എന്താണ് എന്നുള്ളതിനെ പറ്റി സംസാരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാമെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ശരീരാരോഗ്യത്തോളം തന്നെ പ്രാധാന്യം നൽകി പരിഗണിക്കേണ്ടതാണ് മാനസിക ആരോഗ്യവും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ എന്താണ് മാം? ശാരീരിക ആരോഗ്യത്തോടൊപ്പം തന്നെ വളരെ ശ്രദ്ധയോടെ കരുതപ്പെടേണ്ട ഒന്നാണ് മാനസികാരോഗ്യം. മനസ്സും ശരീരവും രണ്ടാണ് എന്നൊരു കാഴ്ചപ്പാടാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അപ്പൊ എന്താണ് മനസ്സ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. മനസ്സ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ പുറത്തിരിക്കുന്ന ഒരു അവയവോ അല്ലെങ്കിൽ വേറെ തന്നെ ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ടോ ഒന്നുമല്ല. ഇപ്പൊ മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറ് തന്നെയാണ്. നമ്മുടെ തലച്ചോറിനകത്തെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, അതായത് തലച്ചോറിനകത്തെ കെമിക്കൽസ് ആണ് നമ്മുടെ ബിഹേവിയർ, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഫീലിങ്സ് ഇവയെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ തലച്ചോറ് തന്നെയാണ് നമ്മൾ വേറൊരു തരത്തിൽ മനസ്സ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ശാരീരിക ആരോഗ്യം മാനസികാരോഗ്യം എന്നിങ്ങനെ രണ്ടായി നമുക്ക് തരംതിരിക്കാൻ പറ്റുമോ എന്നുള്ളത് തന്നെ ഒരു വലിയ ചോദ്യമാണ്. ശരീരത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് മനസ്സ്. ശരീരത്തിനെ എങ്ങനെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നോ അതുപോലെ തന്നെ പ്രാധാന്യത്തോടു കൂടി മനസ്സിനെയും നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ശാരീരിക ആരോഗ്യത്തിനായി നാം എന്തൊക്കെ ചെയ്യുന്നുവോ, പലരും റെഗുലർ ആയിട്ട് ഹെൽത്ത് ചെക്കപ്സ് ചെയ്യുന്നു, അതുപോലെ എക്സർസൈസ് റൂട്ടീൻ ഫോളോ ചെയ്യുന്നു, ഡയറ്റ് നോക്കുന്നു, അതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നു. അതുപോലെ തന്നെ മനസ്സിന്റെ ആരോഗ്യവും, ശരീരം ഹെൽത്തി ആയിട്ടിരിക്കാനായി മനസ്സിന്റെ ആരോഗ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. മനസ്സ് സ്ട്രെസ്ഫുൾ ആവുകയും ഡിപ്രഷൻ, ആങ്സൈറ്റി അതുപോലെയുള്ള മാനസിക ആരോഗ്യ വെല്ലുവിളികൾ നേരിടുന്നു എന്ന് തോന്നുമ്പോൾ അപ്പൊ തന്നെ അതിന് പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുകയും ചെയ്യാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ഇതിനോടൊപ്പം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന പല തിരിച്ചടികളും, പല സ്ട്രെസ് ഫാക്ടേഴ്സ്, സ്ട്രെസ്ഫുൾ ലൈഫ് ഇവന്റ്സ്, ഫിനാൻഷ്യൽ സ്ട്രെസ്സേഴ്സ്, ജോലിയിലെ സ്ട്രെസ്സസ്, ഇതെല്ലാം തന്നെ പലപ്പോഴും ഇതിന് പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് ആയി മാറാറുണ്ട്. നമ്മുടെ തലച്ചോറിലെ ന്യൂറോ കെമിക്കൽസിന്റെ അസന്തുലിത അവസ്ഥയാണ് മാനസിക രോഗങ്ങൾക്ക് കാരണമായി വരുന്നത്. നമ്മുടെ ശരീരത്തിന് രോഗം ബാധിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ മനസ്സിനും രോഗം വരുന്നത് എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഡോക്ടർ, ഈ വർഷത്തെ ലോക മാനസികാരോഗ്യ ദിനത്തിന്റെ വിഷയം എന്ന് പറയുന്നത് ദുരന്തങ്ങളിലെയും അടിയന്തര സാഹചര്യങ്ങളിലെയും മാനസികാരോഗ്യ സേവനങ്ങളിലെ പ്രവേശനം എന്നുള്ളത് തന്നെയാണ്. അപ്പോ നമ്മുടെ സമൂഹത്തില് ഈ ഒരു തീം വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ പ്രായോഗികമാക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും? പ്രകൃതി ദുരന്തങ്ങളും COVID-19, H1N1 തുടങ്ങിയ പാൻഡമിക്സ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള എമർജൻസീസും വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടേത്. ഇപ്പൊ നമ്മൾ കേരളത്തിൽ തന്നെ നോക്കിയാൽ കഴിഞ്ഞ ഒരു 10 വർഷക്കാലയളവിൽ നമ്മൾ പലതരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. 2018 വെള്ളപ്പൊക്കം ആണെങ്കിലും, അത് കഴിഞ്ഞ് 2020 COVID-19 പാൻഡമിക് ആണെങ്കിലും, അതിനുശേഷം കേരളത്തിന്റെ പല
മലയോര മേഖലകളിലും ഉരുൾപൊട്ടലുകൾ ഉണ്ടാവുകയും അതിനെ തുടർന്നുണ്ടാകുന്ന വളരെ വിഷമകരമായ സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇവിടേക്കൊക്കെ പലപ്പോഴും മെഡിക്കൽ ഹെൽപ്പ് എത്താനായി സമയമെടുക്കുകയും അതുപോലെ തന്നെ മെഡിക്കൽ ഹെൽപ്പിനോടൊപ്പം പ്രാധാന്യം അർഹിക്കുന്ന നമ്മുടെ സൈക്കോളജിക്കൽ ഹെൽപ്പ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എത്താനും സമയമെടുക്കും. അതിൽ ഏറ്റവും പ്രയാസമേറിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ മേഖലയിൽ മാനസിക ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണം ആനുപാതികമായി വളരെ കുറവാണ്. ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് മാനസിക ആരോഗ്യ പ്രവർത്തകർ എത്രത്തോളം അവർക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ളത് വലിയൊരു പ്രയാസകരമായ ഒരു കാര്യമാണ്. അപ്പൊ അതില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതിവിധി എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ നമുക്ക് ഏറ്റവും പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യം സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ആണ്. അപ്പൊ ഈ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഈ സ്കില്ല് നമുക്ക് ഓരോരുത്തർക്കും ആർക്ക് വേണമെങ്കിലും ആർജിച്ചെടുക്കാവുന്ന ഒരു സ്കില്ലാണ്. ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആദ്യമായി നാം കരുതേണ്ടത് അവരെ ഒരു സുരക്ഷിതമായ അല്ലെങ്കിൽ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണിലേക്ക് അവരെ മാറ്റുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള സോഷ്യൽ സപ്പോർട്ട്, അതായത് മറ്റുള്ള ആൾക്കാരുമായി അവർക്ക് ഒരു കണക്ഷൻ ഉണ്ടാക്കി അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവർക്ക് പ്രോപ്പർ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെന്നുള്ളൊരു ഫീലിംഗ് കൊടുക്കാനും കഴിയണം. പിന്നെ മൂന്നാമത്തേതായി ഒരു പ്രതീക്ഷ. ഒരുപക്ഷെ മാനസികാരോഗ്യ പ്രവർത്തകരില്ലെങ്കിൽ പോലും നമുക്ക് ഓരോരുത്തർക്കും ഓരോ വ്യക്തിക്കും സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും ഒരു കൈത്താങ് നമുക്ക് ആ സമയത്ത് അവർക്ക് വേണ്ടി കൊടുക്കാൻ കഴിയും. ബിൽഡിംഗ് ഹോപ്പ് എന്നുള്ളതാണ് നമ്മുടെ സന്ദേശം. ഇപ്പോൾ ഈ പ്രിൻസിപ്പിൾ ബേസ് ചെയ്ത് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന സ്കില്ല് നമ്മൾ എല്ലാവരും തന്നെ സ്വായത്തമാക്കേണ്ടതുണ്ട്. ഇനി ഈ ഡിസാസ്റ്റേഴ്സ് മാത്രമല്ല, ഇപ്പൊ പലപ്പോഴും ഒരു സൈക്കോളജിക്കൽ എമർജൻസിയാണ് ഒരു സൂയിസൈഡൽ തോട്ട്. ഇപ്പോൾ പലപ്പോഴും അത് ഒരു ആരോഗ്യ പ്രവർത്തകന്റെ മുന്നിലേക്ക് എത്തണം എന്നില്ല. അത് പലപ്പോഴും സുഹൃത്തുക്കളോ അവരുടെ ബന്ധുക്കളോ ഒക്കെ ആയിരിക്കും ഇതിലെ ആദ്യം ഇത് നോട്ടീസ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ടൈമിലി ആയിട്ടുള്ള ഒരു ഹെൽപ്പ് പലപ്പോഴും അവരുടെ ആ സമയത്തെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയാൽ, ആ സമയത്ത് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനും അല്ലെങ്കിൽ അവരോടൊന്ന് സംസാരിക്കാനും അവർക്ക് മനസ്സ് തുറക്കാനുമുള്ള ഒരു ചെറിയൊരു സ്പേസ് നമുക്ക് ഒരുക്കി കൊടുക്കാൻ പറ്റിയാൽ തന്നെ അത് അവർക്ക് വലിയൊരു സഹായമായിരിക്കും. ഇപ്പൊ നമ്മൾ ഓരോരുത്തരും സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന സ്കില്ല് പഠിക്കണം എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഡോക്ടർ, നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു സമൂഹത്തിൽ നോക്കുവാണെങ്കിൽ സാധാരണയായിട്ട് കാണപ്പെടുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഉത്കണ്ഠ, ആങ്സൈറ്റി, വിഷാദം, ഉറക്കമില്ലായ്മ, സമ്മർദ്ദം, ആത്മവിശ്വാസക്കുറവ്, അതുപോലെ തന്നെ സാമൂഹിക ഭയം എന്നിവയൊക്കെയാണ്. അപ്പം ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട മാനസികാരോഗ്യ പ്രശ്നങ്ങളായിട്ട് തന്നെ നമ്മൾ കാണുന്ന കുറച്ച് ഫാക്ടേഴ്സ് കൂടിയാണ്. ഇപ്പോൾ ഈ ഒരു സമൂഹത്തില് ഈ പറയുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഇങ്ങനെ വ്യാപകമായതിന്റെ ഒരു കാരണം എന്തായിരിക്കും? അല്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളെയൊക്കെ ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് എങ്ങനെയാണ് നേരിടാനായിട്ട് സാധിക്കുന്നത്? മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അന്നും ഇന്നും ഉണ്ട്. എന്നാൽ ഇന്ന് നമുക്ക് മാനസിക ആരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ പലതരത്തിലുള്ള മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചും ഉള്ള അറിവും അവബോധവും ഒക്കെ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അത് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ പുതിയ തലമുറ അവര് മാനസിക ആരോഗ്യത്തിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യം അത് നമുക്ക് വളരെയധികം ആശ്വാസകരമായ കാര്യമാണ്. ഞാൻ OPയില് പലപ്പോഴും കോളേജ് കുട്ടികൾ അവര് എന്നെ കാണാൻ വരാറുണ്ട്. പലപ്പോഴും ഒറ്റയ്ക്കായിരിക്കും വരുന്നത്. അവര് വന്നിട്ട് ഡോക്ടറെ, എനിക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, വളരെയധികം സങ്കടകരമായ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ നമ്മളെ സമീപിക്കാറുണ്ട്. എനിക്ക് കൗൺസിലിംഗ് വേണം, എനിക്കിതിന് പ്രതിവിധി വേണം എന്നൊക്കെ പറഞ്ഞ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഒരു 18 വയസ്സ് ഈ 19 വയസ്സിലുള്ള കുട്ടികളാണ് നമ്മളെ കാണാൻ വരുന്നത്. ഞാനപ്പോ ആലോചിക്കാറുണ്ട്, ഒരു 10-20 വർഷത്തിന് മുന്നേ നമ്മുടെയൊക്കെ ആ ഒരു പ്രായത്തിൽ ഒരു ഒറ്റയ്ക്ക് ഒരു സൈക്യാട്രിസ്റ്റിനെ പോയി കാണുക അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കാണുക എന്നുള്ളതൊന്നും ഒരിക്കലും അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. അപ്പൊ അവിടെ നിന്നൊക്കെ നമ്മുടെ സമൂഹം മാറി തുടങ്ങിയത് വളരെ സന്തോഷകരമായ കാര്യമാണ്. മെന്റൽ ഹെൽത്തിന്റെ പ്രാധാന്യം ഇന്നത്തെ തലമുറ കുറച്ചും കൂടി ഒരു വ്യക്തതയോടെ മനസ്സിലാക്കുകയും
പ്രാധാന്യത്തോടെ അതിനെ നോക്കിക്കാണുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ലൈഫ് എക്സ്പെക്ടേഷൻസ് ഒക്കെ വളരെ കൂടി വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ സ്ട്രെസ് പല രീതിയിലും, അത് ഇക്കണോമിക് സ്ട്രെസ്സേഴ്സ് ആകാം, ജോബ് സ്ട്രെസ്സേഴ്സ് ആകാം, അങ്ങനെ പല രീതിയിലും സ്ട്രെസ് കൂടി വരികയും ഇതൊക്കെ തന്നെ മാനസിക രോഗങ്ങൾ കൂടുതലായി കണ്ടുവരുന്നതിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം, അതിനെ തുടർന്നുണ്ടാകുന്ന ഡിപ്രഷൻ, പിന്നെ പണ്ടത്തെ കാലഘട്ടത്തിലുള്ള പോലെയുള്ള ഒരു സോഷ്യൽ സപ്പോർട്ട്, പലപ്പോഴും കൂട്ടുകുടുംബം എന്നുള്ളതിൽ നിന്നൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ന്യൂക്ലിയർ ഫാമിലി സെറ്റപ്പിലേക്ക് വരുമ്പോൾ സപ്പോർട്ട് സിസ്റ്റം കുറയുകയും പലരുടെയും റെസ്പോൺസിബിലിറ്റീസ് കൂടുകയും ഇതൊക്കെ വരുമ്പോൾ തന്നെ സ്ട്രെസ്സും അതിലൂടെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് കൂടുതലായി വരാനുള്ള സാധ്യതകളുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗം, സിന്തറ്റിക് ഡ്രഗ്സ് ഇവയുടെയൊക്കെ വർദ്ധിച്ചു വരുന്ന ഉപയോഗം. ഇവയെ നേരിടേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അവഗണിക്കാതെ, പലപ്പോഴും ഞാൻ കാണാറുണ്ട് അത് അവളുടെ അഹങ്കാരമാണ്, അല്ലെങ്കിൽ അത് അവൾക്ക് എന്തിന്റെ കുഴപ്പമാണ്, എല്ലാ സാഹചര്യങ്ങളും എല്ലാം ഓക്കെയാണ്, പിന്നെ എന്തിനാണ് അവൾക്ക് ഡിപ്രഷൻ വരേണ്ട ആവശ്യമുള്ളത്. ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ മാറി നമ്മൾ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെ അത് ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ പോലെ തന്നെ കണ്ട്, ഇപ്പൊ നമ്മൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഡോക്ടറെ കാണുന്ന അതേ സീരിയസ്നെസ്സോടെ തന്നെ മാനസിക രോഗങ്ങളെയും ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഡോക്ടർ, ഞാൻ നേരത്തെ ചോദിച്ച ആ ഒരു കാര്യത്തെ കണക്ട് ചെയ്ത് ചോദിക്കുവാണെങ്കിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സങ്കടം തോന്നുന്നത് അല്ലെങ്കിൽ ദുഃഖം തോന്നുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സ്ട്രെസ് അനുഭവിക്കുന്നതും വളരെ സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഈ പറയുന്ന രണ്ട് കണ്ടീഷനുകൾ, ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി പോലുള്ള രോഗമാകുമ്പോൾ നമുക്കതിനെ എങ്ങനെയായിരിക്കും തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്? ഇതൊരു മെഡിക്കേഷൻ നേടേണ്ട ഒരു അവസ്ഥയായിട്ട് മാറിയിട്ടുണ്ടെന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? സങ്കടം, ഉത്കണ്ഠ, ദേഷ്യം, ഇതെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ നാം പ്രകടിപ്പിക്കാറുള്ള വികാരങ്ങളാണ്. ഇതെല്ലാം രോഗമല്ല. ഇത് എപ്പോഴാണ് ഒരാളുടെ സങ്കടാവസ്ഥ രോഗമായി മാറുന്നത്, അല്ലെങ്കിൽ എല്ലാ സങ്കടങ്ങളും ബയോളജിക്കൽ ഡിപ്രഷൻ ആണോ എന്നുള്ളതാണ് എലിക്കുട്ടിയുടെ അടുത്ത ചോദ്യം. എപ്പോഴാണ് നമ്മൾ ഒരു ഇമോഷൻ, അതായത് ഇപ്പോൾ ഒരു ആങ്സൈറ്റി ആയിക്കോട്ടെ, ഡിപ്രഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ ഒരു രോഗാവസ്ഥയിൽ എത്തി എന്ന് പറയുന്നത്? അതിന് വ്യക്തമായ ഡെഫിനിഷൻ ഉണ്ട്. നമ്മുടെ ഒരു വ്യക്തിയുടെ സിംറ്റംസ് അയാളുടെ സോഷ്യൽ, ഒക്യുപേഷണൽ ആൻഡ് അതർ ഫങ്ഷനിങ് അതിനെ ബാധിക്കുമ്പോഴാണ് നമ്മൾ അതിനെ ഡിസോർഡർ ആയിട്ട് വിലയിരുത്തുന്നത്. അതായത് അയാളുടെ ഡെയിലി ഉള്ള അയാളുടെ പ്രവർത്തനങ്ങൾ, അയാളുടെ ബാക്കി കാര്യങ്ങൾ, ജോലി, ഇതിലൊക്കെ അയാൾക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ആ അവസ്ഥയെ ഒരു രോഗാവസ്ഥയായി കണക്കാക്കുന്നത്. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മദ്യപാനം അല്ലെങ്കിൽ മയക്കുമരുന്ന്, ഇത് രണ്ടും ഒരു അഡിക്ഷൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇത് മാത്രമല്ല, ഇപ്പോഴത്തെ സമൂഹത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മൊബൈൽ ഫോണിനോടും സോഷ്യൽ മീഡിയയോടും ഒക്കെ ആളുകളിൽ അമിതമായിട്ടുള്ള ആശ്രയത്വവും അതുപോലെ തന്നെ അഡിക്ഷനും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇത് നമ്മുടെ സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ വളർന്നു വരുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെയാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ലഹരി ഉപയോഗങ്ങൾ, അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയോടും ഫോണിനോടുമുള്ള ഒരു അഡിക്ഷനൊക്കെ മനുഷ്യന്റെ മനസ്സിനെയും മാനസിക ആരോഗ്യത്തെയും ഒക്കെ എങ്ങനെയാണ് ദോഷകരമായിട്ട് ബാധിക്കുന്നത്? ഈ ഒരു കാര്യത്തെ പറ്റി ഡോക്ടറിന്റെ ഒരു പെർസ്പെക്റ്റീവ് എന്താണ്? അഡിക്ഷൻ ഒരു ബ്രെയിൻ ഡിസീസ് ആണ്. അത് മദ്യം ആയിക്കോട്ടെ, മയക്കുമരുന്നുകളായിക്കോട്ടെ, ഗാംബ്ലിംഗ് ആയിക്കോട്ടെ, ഇന്റർനെറ്റ് അഡിക്ഷൻ ആയിക്കോട്ടെ, ഫോൺ അഡിക്ഷൻ ആയിക്കോട്ടെ, മൊബൈൽ ഫോൺ അഡിക്ഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ നമ്മുടെ തലച്ചോറിനെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന അവസ്ഥകളാണ്. പലപ്പോഴും നമ്മുടെ ഹാപ്പി ഹോർമോൺ ആയ ഡോപ്പമിൻ ഹൈ, അതായത് ഡോപ്പമിന്റെ ഒരു സഡൻ ഇൻക്രീസ് ആണ് നമുക്ക് ഈ സബ്സ്റ്റൻസ് യൂസ് അല്ലെങ്കിൽ ഡ്രഗ് യൂസ്, മദ്യപാനം, ഇതൊക്കെ കൊണ്ട് ആ വ്യക്തിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത്, നമ്മൾ ഓരോരുത്തരും നമ്മുടെ നാച്ചുറൽ ഹൈസ്, എന്ത് ചെയ്താലാണ് നമുക്ക് നാച്ചുറൽ ആയിട്ട് ഡോപ്പമിൻ ഹൈ ഉണ്ടാക്കാൻ പറ്റുന്നത്, ആ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിപ്പെടണം. അല്ലാതെ
എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള വേറെ ഒന്നിനെയും നമ്മുടെ ഡോപ്പമിൻ ഹൈസിന് വേണ്ടി ആശ്രയിക്കരുതും എന്നുമാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടറോട് ഞാൻ സംസാരിച്ച് തുടങ്ങുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാനസിക ആരോഗ്യ പ്രശ്നങ്ങളോട് ഇന്നും മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് എന്നുള്ളത്, അല്ലെ? ശരീരത്തിന് വരുന്ന അസുഖത്തിന് എത്രത്തോളം പ്രാധാന്യം നമ്മൾ നൽകുന്നുണ്ടോ അത്ര തന്നെ മാനസിക പ്രശ്നങ്ങൾക്കും പ്രാമുഖ്യം നൽകണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഡോക്ടറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ BPD പോലെയുള്ള മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെ ബാധിച്ച് സ്വയം ജീവൻ ഒടുക്കുന്നവരുടെ എണ്ണം ഇങ്ങനെ കൂടി വരുന്ന ഒരു സാഹചര്യം നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ കാണുന്നുണ്ട്. കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ ഈ ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറുമായിട്ട് ജീവിച്ചിരുന്ന ഒരു മകള് ആത്മഹത്യ ചെയ്തതിനെ കുറിച്ച് ഒരു അച്ഛൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. സോഷ്യലി വളരെയധികം ആക്റ്റീവ് ആയിരുന്ന ഒരു കുട്ടി ആയിരുന്നിട്ട് കൂടി ഈ ഒരു സമയത്ത് നിസ്സഹായയാവുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിഷാദ രോഗത്തെക്കുറിച്ചൊക്കെ ഇപ്പോഴും ഒരുപാട് ചർച്ചകളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും BPD എന്ന ആ ഒരു രോഗാവസ്ഥയെക്കുറിച്ച് വലിയ ധാരണ അധികം ആളുകളിൽ ആർക്കുമില്ല. അപ്പോൾ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ഈ ഒരു BPD എന്ന രോഗം, ഈ ഒരു രോഗാവസ്ഥയിൽ ആളുകളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് എങ്ങനെയാണ് അവരെ ഒന്ന് തിരിച്ചറിയാനും ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാനും ഒക്കെ സാധിക്കുന്നത്? അതുപോലെ തന്നെ ഈ BPD ഉള്ള വ്യക്തികൾക്ക് സൗഹൃദങ്ങളിലും ആഴത്തിലുള്ള ആത്മബന്ധങ്ങളിലും ഒന്നും വിശ്വാസം അർപ്പിക്കാൻ കഴിയാതെ വരും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരിക്കാം ഡോക്ടർ ഇതിന് ബാക്കിനുള്ള ആ ഒരു റീസൺസ്? ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് പേഴ്സണാലിറ്റി എങ്ങനെയാണ്, എപ്പോഴാണ് ഒരു വ്യക്തിത്വം രൂപപ്പെടുന്നത് എന്നുകൂടി പറയേണ്ടി വരും. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സർക്കംസ്റ്റാൻസസ്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, ലൈഫ് ഈവൻസ്, അതുപോലെ തന്നെ അവന്റെ ജെനറ്റിക്സ്, അവന്റെ പാരന്റ്സ്, ഇതിന്റെ എല്ലാം ഇൻഫ്ലുവൻസിൽ കൂടി ഒരു വ്യക്തി 17-18 വയസ്സാകുമ്പോൾ ഇതിന്റെ എല്ലാം ഇൻഫ്ലുവൻസോടുകൂടി അവന്റെ വ്യക്തിത്വം രൂപപ്പെടുന്നു. ഒരു വ്യക്തിക്കും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ടെന്ന് തോന്നുന്നില്ല. പലപ്പോഴും വ്യക്തിത്വത്തിൽ പല രീതിയിലുള്ള വികലതകളും നമ്മൾ കാണാറുണ്ട്. എന്ന് വെച്ച് അതെല്ലാം നമ്മളൊരു ഡിസോർഡർ ആയിട്ട്, നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഫങ്ഷനിങ്ങിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഡിസോർഡർ ആയിട്ട് കാണാറില്ല. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കും. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയിൽ മെയിൻ ആയിട്ട് അവർക്ക് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, വ്യക്തിബന്ധങ്ങളിലാണ് പ്രശ്നങ്ങൾ വരുന്നത്. അവർക്ക് ലോൺലിനെസ് അഥവാ ഒറ്റയ്ക്കാകുന്ന അവസ്ഥ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാവുകയും അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവർ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ഈ ബന്ധങ്ങളിൽ വളരെയധികം ഡിപ്പെൻഡന്റ് ആയി ബന്ധങ്ങളിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അത് ലവ് റിലേഷൻഷിപ്സ് ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്സ് ആയിക്കോട്ടെ, ഏതാണെങ്കിലും. ബേസിക്കലി ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എല്ലാം നല്ലതായിരിക്കണം, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അത് ബ്ലാക്ക് ആവും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഫ്രണ്ട് നിങ്ങളുമായിട്ട് വളരെയധികം സഖ്യത്തിലാണ് എന്ന് വിചാരിക്കുക. അപ്പം എല്ലാം നന്നായി പോകുന്നു, നിങ്ങൾ രണ്ടാളും വളരെയധികം സന്തോഷത്തോടെ എല്ലാം പങ്കിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ആ ഫ്രണ്ടിന്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ അല്ലാത്ത ഒരുപക്ഷെ ഒരു ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കും. അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്കത് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതായത് അവർക്ക് ഗ്രേ ഏരിയാസ് ഇല്ല. ഒന്നെങ്കിൽ എല്ലാം വൈറ്റ് ആയിരിക്കണം, എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് ബ്ലാക്ക് ആയി. അപ്പൊ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ വ്യക്തിബന്ധം കംപ്ലീറ്റ് ആയിട്ട് അവര് അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും. ഇതാണ് ബേസിക്കലി ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയിലുള്ള പ്രശ്നം. അപ്പൊ വ്യക്തിബന്ധങ്ങളിൽ വളരെയധികം പ്രശ്നങ്ങൾ വരികയും അതിനുശേഷം അവർക്കത് ആ ഒരു ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ പെട്ടെന്നുള്ള ഇമ്പൾസീവ് ആയിട്ടുള്ള ഈ ആത്മഹത്യാ പ്രവണത അതിലേക്കൊക്കെ പോകാനും ഒരു ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ നോക്കുവാണെങ്കിൽ ഡോക്ടർ, ഗാഡ്ജറ്റുകളിൽ ജീവിക്കുന്ന ഒരു സമൂഹമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാല്ലേ. മുതിർന്നവരായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, മൊബൈലിനോടും മറ്റ് ഇലക്ട്രോണിക് വസ്തുക്കളോടും ഒക്കെ വളരെയധികം അഡിക്ഷൻ ഉള്ളവരാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ പല വീടുകളിലും സംസാരം കുറയുകയും ഈ പറയുന്ന മൊബൈൽ ഫോണിലേക്കും സോഷ്യൽ
മീഡിയയിലേക്കും അവരുടെ ജീവിതം ചുരുങ്ങുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയ അഡിക്ഷൻ ആയിക്കോട്ടെ, ഫോൺ അഡിക്ഷൻ ആയിക്കോട്ടെ, ഈ കാര്യങ്ങളൊക്കെ എത്രത്തോളം നമ്മുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് എന്നാണ് ഡോക്ടർക്ക് തോന്നുന്നത്? വർദ്ധിച്ചു വരുന്ന സോഷ്യൽ മീഡിയ ഉപയോഗം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ എന്താണ് സംഭവിക്കുന്നത്, അത് എങ്ങനെയാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും നാം കാണുന്ന കണ്ടന്റ്സ് ഒക്കെ വളരെ ഐഡിയലൈസ്ഡ് ആയിരിക്കും, വളരെ പെർഫെക്റ്റ് ആയിരിക്കും. ഇപ്പൊ നമുക്ക് അതുമായിട്ട് പലപ്പോഴും ഒരു ഹ്യൂമൻ ബ്രെയിൻ നമ്മുടെ ഇതുമായി അത് കമ്പയർ ചെയ്യാനും അതിനെ തുടർന്നുണ്ടാകുന്ന പലതരത്തിലുള്ള ലോ സെൽഫ് എസ്റ്റീം, അൺഹാപ്പിനെസ് ഒക്കെ ഒരു വ്യക്തിയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നാം കാണുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഭാഗങ്ങളാണ്. അതിലൂടെ പലപ്പോഴും ഒരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്നൊക്കെ പറയും നമ്മൾ. ബേസിക്കലി കമ്പാരിസണും അതുപോലെ നമ്മുടെ ജീവിതം അങ്ങനെയല്ലല്ലോ, ബാക്കിയുള്ളവരെല്ലാരും സന്തോഷത്തോടെ ജീവിക്കുന്നോ എന്നുള്ള മനുഷ്യന്റെ ഒരു പച്ചയായ ചിന്താഗതി അവിടെ പ്രതിഫലിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന്റെ ഒക്കെ ഉപയോഗം, ബ്ലൂ ലൈറ്റിന്റെ അതിപ്രസരം വരികയും അത് നമ്മുടെ ഉറക്കത്തിന്റെ ഘടനയെ വല്ലാതെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. രാത്രിയൊക്കെ വളരെ നേരം സോഷ്യൽ മീഡിയ ഉപയോഗം മൂലം നമുക്ക് ഉറക്കം വരാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോ ഈ വർദ്ധിച്ചു വരുന്ന സൈബർ ബുള്ളിയിങ് അങ്ങനെയുള്ള പ്രശ്നങ്ങളും നാം കണക്കിലെടുക്കേണ്ടതുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ നമ്മുടെ മാനസികാരോഗ്യത്തെ വളരെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനെ തന്നെ കണക്ട് ചെയ്ത് നമുക്കൊരു കാര്യം ചോദിക്കാം. എല്ലാം ഓൺലൈനായി പോയിട്ടുള്ള ഈ ഒരു കാലത്ത് നമ്മുടെ മനസ്സിന്റെ സമതുലിതാവസ്ഥ നിലനിർത്താനായിട്ട് ഒരു ഡിജിറ്റൽ ഹാബിറ്റുകളൊക്കെ ശീലിക്കുന്നത് നല്ലതായിരിക്കും അല്ലെ? അപ്പോൾ എന്തായിരിക്കാം ആ ഒരു കുറച്ച് ഡിജിറ്റൽ ഹാബിറ്റുകൾ എന്ന് പറയുന്നത്? സോഷ്യൽ മീഡിയയുടെ ഗുണങ്ങൾ പറയുന്നത് പോലെ തന്നെ നമുക്ക് വളരെ ശ്രദ്ധയോടെ ഉപയോഗിച്ചാൽ വളരെ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന രീതിയിലും നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം. നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും പഠിക്കാനും ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയാണെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആണ്. നമുക്ക് COVID-19 ഒക്കെ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്, നമ്മുടെ ഒരു മീഡിയം ഓഫ് ലേണിംഗ് വാസ് കംപ്ലീറ്റ്ലി സോഷ്യൽ മീഡിയ ആയിരുന്നു. അതുപോലെ തന്നെ നമ്മളൊരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രോപ്പർ ഹാബിറ്റ്സ് കീപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിന് വ്യക്തമായ ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യുക, അകാരണമായി വെറുതെയുള്ള സ്ക്രോളിംഗ് പരിമിതപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ഇൻഫർമേഷൻ ഓവർലോഡിങ്, ഒരുപാടുള്ള ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ വരുമ്പോഴത്തേനും എല്ലാം നമ്മളെ ഒരുപാട് ഡിപ്രസ്ഡ് ആക്കാനും കൺഫ്യൂസ്ഡ് ആക്കാനും ഒക്കെ കാരണമാകും. മനുഷ്യന്റെ ഹ്യൂമൻ ബ്രെയിനിനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. അപ്പൊ അത് വളരെ ശ്രദ്ധയോടും ഉപയോഗപ്രദമായ രീതിയിൽ അത് സോഷ്യൽ മീഡിയ യൂസ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ടെക്നോളജി എന്ന് പറയുന്ന ഒരു സൈഡ് നമുക്ക് അവോയ്ഡ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ലോകത്ത് ജീവിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് കെയർഫുൾ ആയിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. ഓക്കെ ഡോക്ടർ, നമുക്കിനി മാനസിക രോഗങ്ങൾക്കുള്ള ചികിത്സകളെ കുറിച്ച്, ട്രീറ്റ്മെന്റുകളെ കുറിച്ച്, മെഡിസിനെ പറ്റിയൊക്കെ ഒന്ന് സംസാരിക്കാമെന്ന് തോന്നുന്നു. ഈ മാനസിക രോഗങ്ങൾക്കുള്ള മരുന്നുകളെ കുറിച്ച് പറയുമ്പോൾ അവയുടെ പാർശ്വഫലങ്ങളെ കുറിച്ചും പറയുന്നവരാണ് ഭൂരിഭാഗം പേരും നമ്മുടെ ഇടയിലുള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത്തരം മരുന്നുകൾ ആസക്തി ഉണ്ടാക്കുന്നവയാണ് എന്നും ഒരിക്കലും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊന്നും നിർത്താനായിട്ട് പറ്റില്ല എന്നും കരുതുന്ന ആൾക്കാരും ഒക്കെ നമ്മുടെ ചുറ്റിനുമുണ്ട്. അപ്പം ഈ ഒരു മാനസിക രോഗങ്ങൾക്കുള്ള മെഡിക്കേഷൻ, ട്രീറ്റ്മെന്റുകളെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ? 2025 എത്തുമ്പോൾ മെന്റൽ ഹെൽത്ത് ട്രീറ്റ്മെന്റ് ഒരുപാട് രീതിയിൽ മാറിയിട്ടുണ്ട്. ബീയിങ് വൺ ഫ്രം ദി യങ് ജനറേഷൻ, എലിക്കുട്ടി ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. അതായത് പണ്ടൊക്കെ നമ്മുടെ മെന്റൽ ഹെൽത്ത് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കുറെ മരുന്നുകൾ കൊടുക്കും. ഈ മരുന്ന് കൊണ്ട് പേഷ്യന്റ് വളരെ സെഡേറ്റഡ് ആവും, വളരെ ക്ഷീണാവസ്ഥയിലാവും, എണീറ്റ് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥ, മരുന്നുകളുടെ പല രീതിയിലുള്ള സൈഡ് എഫക്റ്റ്, വിറയല്, ഇങ്ങനെ ഒരു രീതിയിലുള്ള ചികിത്സയിൽ നിന്നും മാറി നൂതനമായ എന്തൊക്കെ ചികിത്സാ രീതികളാണ് നമുക്ക് ഈ മെന്റൽ ഹെൽത്ത് ട്രീറ്റ്മെന്റിൽ ഓഫർ ചെയ്യാനുള്ളത് എന്നാണ് ഏലിക്കുട്ടി
ചോദിച്ചത്. അതൊരു പുതിയ തലമുറയിലെ ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇനി അങ്ങോട്ട് ഓരോരുത്തരും നമ്മളോട് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ മെന്റൽ ഹെൽത്ത് ട്രീറ്റ്മെന്റില് ഇപ്പോ നമ്മൾ ഈ ഡോസ് കൂടിയ മരുന്ന് അല്ലെങ്കിൽ ക്ഷീണം ഉണ്ടാക്കുന്ന മരുന്ന്, സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്ന മരുന്ന് എന്നുള്ള തലങ്ങളിലും അപ്പുറം നമുക്കിത് വ്യക്തമായ ഡയഗ്നോസിസും വ്യത്യസ്തമായ ചികിത്സാ രീതികളും ഉണ്ട്. സൈക്കാട്രിക് ട്രീറ്റ്മെന്റിൽ മരുന്നുകൾ കൊടുക്കുന്നതിൽ നമ്മളൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് ഏജ് ഓൾഡ് ആയിട്ട് ഫോളോ ചെയ്ത് വരുന്നത്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ആ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലേക്ക് പോകേണ്ടതില്ല. നമുക്ക് ജനറ്റിക് ടെസ്റ്റിംഗ് അവൈലബിൾ ആണ്. അതായത് ഒരു രോഗിക്ക് ജനിതകമായിട്ട് എന്തൊക്കെ സൈക്കാട്രിക് രോഗങ്ങൾ വരാനാവും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയും, അതുപോലെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മരുന്നുകൾ, ഈ രോഗിക്ക് ഏത് മരുന്നാണ് ഫലപ്രദമാകുക, അതായത് ഒരു ഡിപ്രഷനുള്ള രോഗി ഏത് ആന്റി ഡിപ്രസന്റ് ആണ്, നമുക്കൊരു 50-ൽ പരം ആന്റി ഡിപ്രസന്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഏത് ആന്റി ഡിപ്രസന്റ് ആണ് ഈ രോഗിക്ക് ഫലപ്രദമായിട്ടുണ്ടാവുക എന്നുള്ളതൊക്കെ നമുക്ക് ജനറ്റിക് ടെസ്റ്റിലൂടെ നോക്കി കാണാൻ കഴിയും. ജനറ്റിക് ടെസ്റ്റിന്റെ ബേസിസിൽ ട്രീറ്റ്മെന്റ് തുടങ്ങുകയാണെങ്കിൽ ഈ ട്രയൽ ആൻഡ് എറർ പോയി, അതായത് രോഗിക്ക് ഇഫക്റ്റീവ് അല്ലാത്ത മരുന്നുകൾ കുറെ കാലം കൊടുക്കുകയും അതിന്റെ സൈഡ് ഇഫക്റ്റ് അനുഭവിക്കേണ്ടി വരുന്നതുമായിട്ടുള്ള അവസ്ഥയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ. അതുപോലെ തന്നെ മരുന്നുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയിൽ നിന്ന് മാറി വേറിട്ട ചികിത്സാ രീതികൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് RTMS ചികിത്സ, അതായത് പലതരം മാനസിക രോഗാവസ്ഥകളിൽ ഡിപ്രഷൻ, ആങ്സൈറ്റി, OCD, ഈവൻ സൈക്കോസിന് വരെ നമുക്ക് ഈ RTMS ചികിത്സ ഫലപ്രദമാണ്. ഇത് നമ്മുടെ MRIയുടെ വേവ്സ് ആയ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉപയോഗിച്ച് തലച്ചോറിൽ മാറ്റം വരുത്തുന്ന ചികിത്സാ രീതിയാണ്. ഈ ചികിത്സാ രീതിക്ക് യാതൊരു രീതിയിലുള്ള സൈഡ് ഇഫക്ട്സോ, അതായത് നമ്മൾ പഴയ കാലത്തെ ഷോക്ക് ട്രീറ്റ്മെന്റ് പോലെയുള്ള കോഗ്നിറ്റീവ് സൈഡ് ഇഫക്ട്സോ അങ്ങനെ യാതൊന്നും ഇല്ല. ഒട്ടും ഇൻവേസീവ് ആകാത്ത, അതായത് മുറിവുകൾ ഉണ്ടാക്കുകയോ അങ്ങനത്തെ രീതിയിലുള്ളതല്ലാത്ത ചികിത്സാ രീതിയാണ്. ഇപ്പോ വളരെയധികം ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ചികിത്സാ രീതിയാണ് RTMS. നമ്മൾ RTMS ഉപയോഗിക്കുമ്പോൾ പല പേഷ്യൻസിലും ഡോസ് കൂടിയ മരുന്നുകൾ ഒക്കെ നമുക്ക് പതിയെ വിഡ്രോ ചെയ്യാൻ പറ്റുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. കേരളത്തിൽ തന്നെ പല സെന്റേഴ്സിലും നമുക്ക് RTMS അവൈലബിൾ ആണ്. നമ്മുടെ സെന്ററിലും RTMS അവൈലബിൾ ആണ്. ഇപ്പോൾ മരുന്നിനോട് ബുദ്ധിമുട്ടുള്ള, മരുന്ന് ലോങ് ടേം കഴിക്കാനും അല്ലെങ്കിൽ മരുന്നിനോട് പ്രതികരിക്കാത്തതും സൈഡ് ഇഫക്ട്സ് വരുന്നതുമായ രോഗികൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ് RTMS. മറ്റൊരു നൂതന ചികിത്സാ രീതിയാണ് IV തെറപ്പി. ഇത് IV കിറ്റമിൻ തെറപ്പി. കിറ്റമിൻ ഒരു അനസ്തെറ്റിക് ഡ്രഗ് ആണ്. കിറ്റമിന്റെ സബ് അനസ്തെറ്റിക് ഡോസിൽ കിറ്റമിൻ ഡിപ്രഷൻ, ആങ്സൈറ്റി തുടങ്ങിയ മാനസിക രോഗാവസ്ഥകളിൽ വളരെയധികം ഫലപ്രദമായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. കിറ്റമിൻ തെറപ്പി ആകുമ്പോൾ നമ്മൾ ലോങ് ടേം ആയിട്ട് 6 മാസം 1 കൊല്ലം ഒക്കെ കണ്ടിന്യൂസ്ലി മരുന്ന് എടുക്കുക, അല്ലെങ്കിൽ മരുന്ന് സൈഡ് ഇഫക്റ്റ് വരിക, ഇങ്ങനെയുള്ള അവസ്ഥകളൊന്നും നേരിടാതെ തന്നെ നമുക്ക് ഒറ്റ സിറ്റിങ്ങിൽ നമുക്കൊരു IV തെറപ്പി എടുത്ത് നമ്മുടെ മൂഡ് ബെറ്റർ ആക്കാനും മേ ബി ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയോ കൊണ്ട് നമുക്ക് ട്രീറ്റ്മെന്റ് അവസാനിപ്പിക്കാനും കഴിയുന്ന നൂതനമായ ചികിത്സാ രീതിയാണ് കിറ്റമിൻ തെറപ്പി, IV കിറ്റമിൻ തെറപ്പി. മറ്റൊരു നൂതനമായ ചികിത്സാ രീതി ഇപ്പോൾ സൈക്കാട്രിക് ട്രീറ്റ്മെന്റിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് QEEG അഥവാ ക്വാണ്ടിറ്റേറ്റീവ് EEG ഓർ ഒരു കൈൻഡ് ഓഫ് ബ്രെയിൻ മാപ്പിംഗ് എന്ന് പറയാം. നമുക്ക് ഈ ക്വാണ്ടിറ്റേറ്റീവ് EEG ഉപയോഗിച്ച് നമുക്ക് RTMS ചികിത്സ, കിറ്റമിൻ ചികിത്സ ഇവയെല്ലാം വളരെ ഫലപ്രദമായ രീതിയിൽ മോഡുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഡോസ് കൂടിയ മരുന്നുകൾ മാത്രമുള്ള ചികിത്സയാണ് സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് എന്നാരും വിചാരിക്കേണ്ട. നമുക്കതൊന്നും ഇല്ലാതെ തന്നെ വളരെ ഫലപ്രദമായ രീതിയിൽ മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസ് ട്രീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റും. ഡോക്ടർ, അതുപോലെ തന്നെ ഈ മെന്റൽ ട്രീറ്റ്മെന്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് ഡി അഡിക്ഷൻ എന്നുള്ളത്. ശരിക്കും എന്താണ് ഈ ഒരു ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്? ഇതിന്റെ ഒരു കാലാവധി എത്രത്തോളമാണ്? അതുപോലെ തന്നെ ഡി അഡിക്ഷൻ എന്ന് കേൾക്കുമ്പോഴത്തേക്കും എല്ലാവരിലും പല മിഥ്യാധാരണകളും ഉണ്ട്. ഡി അഡിക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാവിയിലേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള തരത്തിലുള്ള പല സംശയങ്ങളും മാതാപിതാക്കളായിക്കോട്ടെ ഈ ഒരു രോഗിയുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ അവർ വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അവരോടൊക്കെ മാമിന് എന്താണ് പറയാനായിട്ടുള്ളത്? ഒരു ഡി അഡിക്ഷൻ
ട്രീറ്റ്മെന്റ് മെത്തേഡുകളെ പറ്റിയും എന്താണ് ഡി അഡിക്ഷൻ എന്നുള്ളതിനെ പറ്റിയും ഒക്കെ? ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് മരുന്ന് ചികിത്സ മാത്രമല്ല. ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റിൽ നമ്മൾ ആദ്യം ഈ ആളിനെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ അസസ്മെന്റ്, എന്തെങ്കിലും അണ്ടർലൈങ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടോ, പിന്നെ പുള്ളിയുടെ ഉപയോഗം അത് ഏത് തരത്തിലാണ്, എത്ര സിവിയറിറ്റി ഉണ്ട്, അതിന് വിഡ്രോവൽ സിംറ്റംസ് വരാനുള്ള സാധ്യതകളുണ്ടോ, അല്ലെങ്കിൽ ഈ ഡ്രഗിന്റെ ഉപയോഗം കൊണ്ട് ആൾക്ക് സൈക്കോസിസോ അതുപോലെ ഉള്ള മാനസികമായിട്ടുള്ള ആങ്സൈറ്റിയോ ഡിപ്രഷനോ അങ്ങനെ എന്തെങ്കിലും അവസ്ഥകൾ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ആദ്യം വ്യക്തത വരണം. പിന്നെ അതുപോലെ പ്രോപ്പറായിട്ട് ഒരു ബ്ലഡ് ആൻഡ് യൂറിൻ എക്സാമിനേഷൻ നമുക്ക് നടത്തേണ്ടതുണ്ട്. അതിൽ നിന്ന് ഇത് ഈ ഡ്രഗ് കൊണ്ട് ഈ വ്യക്തിയുടെ അവയവങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ എന്തെങ്കിലും ദോഷം സംഭവിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചികിത്സാ രീതി നിശ്ചയിക്കുന്നത്. ഇപ്പം മരുന്നുകൾ ആവശ്യമായ കേസസിൽ നമ്മൾ മരുന്നിലേക്ക് പോകേണ്ടി വരും. അത് പ്രത്യേകിച്ചും സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് ആയിട്ട് ഇപ്പൊ ഡിപ്രഷനോ ആങ്സൈറ്റിയോ സൈക്കോസിസോ അതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിലുള്ള മരുന്ന് ചികിത്സ ചെയ്യണം. പിന്നെ അതിന് മരുന്നിനോടൊപ്പം തന്നെ വ്യക്തമായ കൗൺസിലിംഗ്, അത് അവരുടെ ഫാമിലിയും മറ്റ് സപ്പോർട്ട് സിസ്റ്റവും എല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രോപ്പർ കൗൺസിലിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യണം. അതിനുശേഷം ഈ വ്യക്തി ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറാകുമ്പോൾ ഇനി ഉള്ള പുള്ളിയുടെ ഉപയോഗം തടയാനുള്ള വിധത്തിലുള്ള ആ ഒരു ട്രീറ്റ്മെന്റ്, പ്രിവെന്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും കൂടി നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഘടകങ്ങൾ അടങ്ങുന്ന ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ ആണ്. അത് ജസ്റ്റ് കുറച്ച് മരുന്ന് കൊടുക്കുക അല്ലെങ്കിൽ വെറുതെ കൗൺസിൽ ചെയ്യുക അങ്ങനെയല്ല. ഒരു പ്രോപ്പർ ഇവാലുവേഷനും പ്രോപ്പർ അസസ്മെന്റും ഇൻക്ലൂഡിങ് സൈക്കോളജിക്കൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ് എല്ലാം കൂടിയാണ് നമ്മൾ ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ് എന്ന് വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ പല ഡ്രഗ്സിനും നമുക്ക് ആന്റിഡോട്ടുകൾ, അതായത് ഇതിന് ഡ്രഗ്സ് പിന്നീട് ഉപയോഗിക്കാതിരിക്കാനുള്ള തരത്തിലുള്ള മരുന്നുകളൊക്കെ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ ഈ രോഗിയുടെ മോട്ടിവേഷൻ അനുസരിച്ച് അത് തുടങ്ങണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യാനും അങ്ങനെയുള്ള രീതിയിലുള്ള ചികിത്സയാണ് ഈ ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ ഭാവിയിൽ ഇത് വലിയ ദോഷമാകും അങ്ങനെയുള്ള ഒരു ധാരണ, അത് വളരെ തെറ്റായ ഒരു ധാരണയാണ്. മോഡേൺ ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റിൽ വ്യക്തി പൂർണ്ണമായിട്ടും ആരോഗ്യവാനായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോഡേൺ ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അല്ലാതെ പുള്ളിയെ ഒരു വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്കോ അല്ലെങ്കിൽ ആക്റ്റീവ് അല്ലാത്ത ഒരു മന്ദതയുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുമോ അങ്ങനെയൊന്നും അല്ല മോഡേൺ ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ്. അത് നമ്മുടെ സമൂഹം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റിനെ കുറിച്ചുള്ള ഭയപ്പാടുകളോ അല്ലെങ്കിൽ പേടിയോടെയുള്ള സമീപനത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഡോക്ടർ, അതുപോലെ നമ്മളിപ്പോ സിനിമ എടുത്ത് നോക്കുവാണെങ്കിലും സോഷ്യൽ മീഡിയാസിലുള്ള ഓരോ കണ്ടന്റുകളൊക്കെ കാണുകയാണെങ്കിലും പാനിക് അറ്റാക്കിനെ കുറിച്ച് ആളുകൾ പറയുന്നതൊക്കെ കേൾക്കാറുണ്ട്. ശരിക്കും ഇതിനെപ്പറ്റി ഒരു വ്യക്തമായ ധാരണ ഇല്ലാത്തവർ പല രീതിയിലും ഈ ആങ്സൈറ്റി, പാനിക് അറ്റാക്കിനെയൊക്കെ പല രീതികളിലായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്നതും നമ്മൾ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഇറയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് പറയുമ്പോഴും ഈ നൂറ്റാണ്ടിലും ഇതുപോലുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷൻ വരുന്നത് പാനിക് അറ്റാക്ക്, ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകാനായിട്ടുള്ള കാരണമാകുന്നുണ്ട്. ഡോക്ടർക്ക് ഇതിനെപ്പറ്റി എന്താ പറയാനായിട്ടുള്ളത്? പാനിക് അറ്റാക്ക് മാത്രമല്ല മറ്റ് പല മാനസികാരോഗ്യ പ്രശ്നങ്ങളെയും നമുക്ക് മീഡിയയിലും സിനിമയിലും ഒക്കെ പല തരത്തിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അതൊക്കെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു അതിനെക്കുറിച്ചുള്ള ഒരു അവബോധമില്ലായ്മ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി പാനിക് അറ്റാക്ക് എന്ന് പറയുന്ന അവസ്ഥ അനുഭവിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും പാനിക് അറ്റാക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ്. പാനിക് അറ്റാക്ക് എല്ലായ്പ്പോഴും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലായിരിക്കില്ല അറ്റാക്ക് വരുന്നത്. നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴോ പെട്ടെന്ന് ഒരു അസ്വസ്ഥത, അതിലെ സിംറ്റംസ് നമുക്ക് നെറുക മുതൽ തല മുതൽ കാൽവിരൽ വരെ എത്തിപ്പെടുന്ന രീതിയിൽ പല രീതിയിലാണ് പാനിക് അറ്റാക്കിന്റെ സിംറ്റംസ് വരിക. അതായത് തലയ്ക്ക് ഭാരം, കണ്ണിലിരുട്ട് കയറുന്നു, ചുണ്ടുണങ്ങുന്നു, തൊണ്ട വരളുന്നു, അതുപോലെ നെഞ്ചിടിപ്പ് കൂടുന്നു, ശ്വാസതടസ്സം നേരിടുന്നു, വയറ് വേദനിക്കുന്നു, പെട്ടെന്ന് യൂറിനേറ്റ് ചെയ്യാനുള്ള ഫീലിംഗ് അല്ലെങ്കിൽ പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകാനുള്ള ഫീലിംഗ്, ദേഹമാസകലം വിറയ്ക്കുന്നു, അതുപോലെ വേർക്കുന്നു, പിന്നെ ബാലൻസ് പോകുന്ന പോലൊരവസ്ഥ.
ഇപ്പോ എനിക്ക് എന്തോ സംഭവിക്കും, അല്ലെങ്കിൽ ഞാൻ മരിക്കാൻ പോവാണ് എന്ന് തോന്നുന്ന വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് റിയൽ ആയിട്ടുള്ള ഒരു പാനിക് അറ്റാക്ക്. അപ്പോൾ പാനിക് അറ്റാക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ അതിനെ മെഡിക്കലി ഇവാലുവേറ്റ് ചെയ്യുകയും അതിന് വേറെ മെഡിക്കൽ കാരണങ്ങളൊന്നും ഇല്ല എന്നും വിലയിരുത്തണം. അതിനുശേഷമാണ് സൈക്കോളജിക്കലി അഡ്രസ് ചെയ്യേണ്ടത്. ഇനി പാനിക് അറ്റാക്ക് ഉള്ളൊരു വ്യക്തിക്ക് അണ്ടർലൈങ് ആയിട്ടുള്ള എന്തെങ്കിലും കോൺഫ്ലിക്ട്സോ അവരുടെ ജീവിതത്തിലെ എന്തെങ്കിലും റിയൽ സ്ട്രെസ്സേഴ്സ് ഉണ്ടെന്നും കൂടി നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. ഇനി വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്ന വ്യക്തി ചികിത്സയ്ക്ക് എത്തിയാൽ എന്തായിരിക്കും തുടർ ചികിത്സാ രീതികൾ അവർക്ക് നൽകുന്നത്? മാനസികാരോഗ്യ പ്രശ്നവുമായിട്ട് ഒരു വ്യക്തി നമ്മുടെ അടുത്ത് എത്തുകയാണെങ്കിൽ ആദ്യമായി നമുക്ക് വേണ്ടത് ഒരു പ്രോപ്പർ ഡയഗ്നോസിസ് ആണ്. അപ്പൊ ഡയഗ്നോസിസിലേക്ക് എത്താനായി പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി ടേക്കിംഗ്, അതിനുശേഷം സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ അല്ലെങ്കിൽ സ്കെയിൽസ് ഉപയോഗിച്ച് രോഗത്തിന്റെ സിവിയറിറ്റിയും രോഗത്തിന്റെ തലങ്ങളും നിശ്ചയിക്കുകയും അതിനുശേഷം നമ്മൾ ആ രോഗിയോട് അതിനെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മുടെ ചികിത്സ നിശ്ചയിക്കുകയും ചെയ്യുന്നു. ഇനി ചികിത്സയിലേക്ക് കടക്കുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലതരത്തിലുള്ള ചികിത്സാ രീതികളുണ്ട്. പ്രധാനമായും മരുന്ന് ചികിത്സയും കൗൺസിലിംഗ് അല്ലെങ്കിൽ തെറാപ്പിയുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്ന് നമുക്ക് നൂതനമായ പല ചികിത്സാ രീതികളും കൂടി നമ്മൾ 2025 എത്തി നിൽക്കുമ്പോഴേക്കും സൈക്യാട്രിയിൽ നമുക്ക് അവൈലബിൾ ആണ്. RTMS, കീറ്റമിൻ തെറപ്പി, QEG ഇതെല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യക്തമായ ഒരു ചികിത്സാ രീതി നമുക്ക് കൊണ്ടുവരാനും പറ്റും. മാനസികാരോഗ്യ ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രോഗിയുടെ ഉൾക്കാഴ്ച. അതായത് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നും അതിന് ചികിത്സ വേണമെന്നുമുള്ള രോഗിയുടെ ആവശ്യം. അങ്ങനെ ഒരു ആവശ്യവുമായി രോഗി നമ്മുടെ അടുത്ത് എത്തിയാൽ ചികിത്സ വളരെ സുഗമമാണ്. പലപ്പോഴും ഒരു സൈക്യാട്രിസ്റ്റ് അല്ലെങ്കിൽ ഒരു മാനസികാരോഗ്യ പ്രവർത്തകർ നേരിടുന്ന വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇൻസൈറ്റ് അഥവാ ഉൾക്കാഴ്ച ഉണ്ടാവില്ല. അവർക്ക് രോഗമുണ്ടെന്നോ അല്ലെങ്കിൽ അതിന് ചികിത്സ വേണമെന്നോ ഉള്ള ഒരു കാഴ്ചപ്പാട് അവരിൽ ഉണ്ടായിരിക്കില്ല. പലപ്പോഴും ഈ ഡ്രഗ് അഡിക്ഷൻ, സൈക്കോസിസ്, അതുപോലെ ബൈപോളാർ ഡിസോർഡർ ഇങ്ങനെയുള്ള പല അവസ്ഥകളിലും അവർക്ക് ഉൾക്കാഴ്ച ഉണ്ടാവില്ല. നാം പലപ്പോഴും അവരെ ചികിത്സ തുടങ്ങുന്ന അവസ്ഥയിൽ നമ്മൾ മരുന്ന് കൊടുക്കാനും ബാക്കി കാര്യങ്ങൾ ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാറുണ്ട്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം കൂട്ടുകയും അതുപോലെ ബാക്കി എല്ലാ രോഗങ്ങളും ചികിത്സിക്കുന്ന പോലെ തന്നെയാണ് മനസ്സിന്റെ രോഗങ്ങളും എന്ന് മനസ്സിലാക്കേണ്ടതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിൽ നിന്ന് ആളുകളിലുള്ള സ്ട്രെസ്സുകളെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കുകയുണ്ടായി. ഇപ്പം വർക്ക് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, പഠിക്കുന്ന വിദ്യാർത്ഥികളായിക്കോട്ടെ, മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ മെന്റൽ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് ഡോക്ടർക്ക് തോന്നുന്നത്? നമ്മുടെ മാനസികാരോഗ്യം വളരെയധികം പ്രധാനപ്പെട്ടതാണെന്ന് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ മെന്റൽ സ്ട്രെങ്തിന് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് എലിക്കുട്ടി ചോദിച്ചത്. മെന്റൽ സ്ട്രെങ്തിന് അക്കോർഡിംഗ് ടു മീ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിന്ന് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ തയ്യാറാകുക, പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. അതുപോലെ തന്നെ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള മനസ്സ് ഉണ്ടാക്കിയെടുക്കുക. പല സ്ഥലങ്ങളിലും നമ്മൾ പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പരാജയപ്പെടുമ്പോൾ പിന്മാറാതെ അതിൽ നിന്ന് എന്താണ് നമ്മുടെ പ്രശ്നം എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നിലേക്ക് പോകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എല്ലായ്പ്പോഴും ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. ഇതെല്ലാം നമുക്ക് മെന്റൽ സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കാനുള്ള വഴികളാണ്. ഓക്കെ ഡോക്ടർ, അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു ലൗഡ് സ്പീക്കറിലൂടെ ഒരുപാട് കാര്യങ്ങൾ മെന്റൽ ഹെൽത്തിനെ പറ്റി സംസാരിക്കുകയുണ്ടായി. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ മാനസികമായിട്ട് ശക്തരായിട്ട് തുടരാനായിട്ട് നമ്മുടെ ലിസണേഴ്സിന് നൽകുന്ന ഒരു മെസ്സേജ് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് ജീവിതത്തിൽ ഒരു റുട്ടീൻ ഉണ്ടായിരിക്കണം, നമ്മുടെ ദിനചര്യ ഉണ്ടായിരിക്കണം. ഓക്കെ ഡോക്ടർ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ഈ ഒരു വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയില് നമ്മുടെ മാനസിക ആരോഗ്യം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് എന്നും നമ്മൾ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റിയും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മളുമായിട്ട് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഇതൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒറ്റയടിക്ക് സംസാരിച്ച് തീർക്കാനായിട്ട് പറ്റുന്ന ഒരു സിറ്റുവേഷൻ
ഇൻഫർമേഷൻ കൂടി അല്ല എങ്കിൽ പോലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളെയും പറ്റി നമ്മൾ ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതിലും ഇത്രയും ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മളുമായിട്ട് പങ്കുവെച്ചതിലും. താങ്ക് യു സോ മച്ച് ഡോക്ടർ. എല്ലാവർക്കും ഒരു ഹാപ്പി മെന്റൽ ഹെൽത്ത് ഡേ ആശംസിക്കുന്നു. നന്ദി. നാളെയുടെ കരുത്ത് ഇന്നത്തെ ആരോഗ്യമാണ്. ലൗഡ് സ്പീക്കറിൽ കേൾക്കാം ഹെൽത്തി ടിപ്സ് എല്ലാ ചൊവ്വാഴ്ചയും ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ 4 മണി വരെ ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.